നമസ്കാരം. കേരളത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റുമെന്ന് കരുതപ്പെടുന്ന രാജ്യത്തിൻ്റെ വികസന ചരിത്രത്തിൽ കുതിപ്പാകുമെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒന്നാണ് നമ്മുടെ സ്വന്തം വിഴിഞ്ഞം തുറമുഖം. എത്രയോ നാളുകൾക്ക് മുമ്പ് തുടങ്ങിയ ആലോചനയും ചർച്ചയുമാണ്. ഒടുവിൽ വിഴിഞ്ഞം യാഥാർത്ഥ്യമാകുകയാണ്. പ്രധാനമന്ത്രിയെ കൊണ്ടുവന്ന് ആദ്യഘട്ടം കമ്മീഷനിങ് നടത്തണമെന്ന ആലോചനയിലാണ് സംസ്ഥാന സർക്കാർ. പക്ഷേ പിഴിഞ്ഞം എന്ന് പേര് മാറ്റേണ്ടി വരുമോ എന്ന ആശങ്കയും ആലോചനയുമുണ്ട് മലയാളിക്ക്. കാരണം അമ്മാതിരി പിഴിച്ചിലാണ് ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ പിഴിയുന്നത് എന്നാണ് വിമർശനം. പറഞ്ഞു വരുന്നത് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിനെ കുറിച്ചാണ്. വൻകിട പദ്ധതികളിൽ സ്വകാര്യ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്നതിന് കേന്ദ്ര സർക്കാർ അനുവദിക്കുന്ന തുകയാണ് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് 817 കോടി രൂപയാണ് വിഴിഞ്ഞം തുറമുഖത്തിന് കേന്ദ്ര സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. ഈ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് കേന്ദ്രം ഗ്രാൻഡായി കേരളത്തിന് നൽകിയാൽ ഈ പണം തിരിച്ചടയ്ക്കേണ്ട എന്നൊരു സൗകര്യമുണ്ട്. തീർച്ചയായും നമ്മുടെ ഒരു വൻകിട പദ്ധതിക്ക് വേണ്ടി നൽകുന്നൊരു തുകയാണ്. ഈ പൈസ നമുക്ക് തിരിച്ചടയ്ക്കേണ്ടി വരില്ല എന്നുള്ളത് ഒരു സൗകര്യമാണ്. പക്ഷേ നിലവിൽ കേന്ദ്രം പറയുന്നത് ഈ തുക തിരിച്ചടയ്ക്കണം എന്നാണ്. അതായത് ലാഭവിഹിതവും പലിശയും ചേർത്ത് ഈ തുക തിരിച്ചടയ്ക്കേണ്ടി വന്നാൽ 10,000 മുതൽ 12,000 കോടി രൂപ വരെ കേരളം കേന്ദ്രത്തിന് തിരിച്ചടയ്ക്കേണ്ടി വരും. അതും തിരിച്ചടവിന് പറയുന്നത് NBV ആണ്. അപ്പോൾ ആ തരത്തിൽ തിരിച്ചടക്കേണ്ടി വരുമ്പോൾ നമുക്കുണ്ടാകുന്ന വലിയ രൂപത്തിലുള്ള ബാധ്യതയാണ് സൂചിപ്പിച്ച് 12,000 കോടി രൂപയോളം വരാം എന്ന് സൂചിപ്പിച്ചു. നിലവിൽ തന്നെ സാമ്പത്തിക സ്ഥിതി അറിയാവുന്നല്ലോ. കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി നമുക്കറിയാവുന്നതാണ്. നട്ടം തിരിയുന്ന സംസ്ഥാനത്തിന് ഇതൊരു കനത്ത തിരിച്ചടിയാണ്. മുഖ്യമന്ത്രി കേന്ദ്രത്തിന് കത്തെഴുതിയപ്പോഴാണ് കേന്ദ്രത്തിൻ്റെ ഈ മറുപടി വന്നിരിക്കുന്നത്, ഈ പൈസ നിങ്ങൾ തിരിച്ചടച്ചേ പറ്റും. തൊട്ടടുത്ത തൂത്തുക്കുടി തുറമുഖത്തിന് ഈ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് അനുവദിച്ചപ്പോൾ അവിടുത്തെ ഔട്ടർ പോർട്ട് പദ്ധതിക്കായി ഈ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് അനുവദിച്ചു. ഏതാണ്ട് 1,100 കോടിയോ മറ്റോ അനുവദിച്ചിരുന്നു. ആ പൈസ തിരിച്ചടയ്ക്കേണ്ടി വന്നിട്ടില്ല. നേരത്തെ നമ്മുടെ തന്നെ കൊച്ചി മെട്രോയ്ക്ക് ഇത്തരത്തിലൊരു വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് കേന്ദ്രം അനുവദിച്ചപ്പോൾ ആ പൈസയും സംസ്ഥാനത്തിന് തിരിച്ചടയ്ക്കേണ്ടി വന്നിട്ടില്ല. തൂത്തുക്കുടി തുറമുഖത്തിന് കൊടുക്കുമ്പോൾ 1,140 കോടി രൂപ കൊടുത്തിട്ടുള്ളത് തികച്ചും ഗ്രാൻഡായി തന്നെയാണ്. അത് ലോണിൻ്റെ യാതൊരു ഉപാധിയും. അപ്പം നമ്മുടെ സംസ്ഥാനത്തോട് വിവേചനാപരമായൊരു സമീപനം സ്വീകരിക്കും. തൂത്തുക്കുടി തുറമുഖത്തിന് നൽകിയ പരിഗണന വിഴിഞ്ഞത്തിന് നൽകണമെന്നാണ് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടത്. എന്നാൽ മറുപടി നൽകിയ കേന്ദ്ര ധനമന്ത്രി പറഞ്ഞത് തൂത്തുക്കുടിയും വിഴിഞ്ഞത്തെയും തമ്മിൽ താരതമ്യപ്പെടുത്താൻ പറ്റത്തില്ല. തൂത്തുക്കുടി കേന്ദ്ര സർക്കാരിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള പോർട്ടാണ്, അതുകൊണ്ട് അത് പറ്റത്തില്ല എന്നാണ് പറഞ്ഞത്. കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള പോർട്ട് അല്ലയോ കേന്ദ്ര സർക്കാർ? നിങ്ങൾക്ക് വിഴിഞ്ഞവും നേരത്തെ ഇത്രയും സാധ്യതയുള്ള തുറമുഖമാണല്ലോ, അദാനിയെ കൊണ്ടുവരാതെ നിങ്ങൾക്ക് തന്നെ നേരിട്ട് നടത്താമായിരുന്നില്ല എന്ന ചോദ്യമൊക്കെ അവിടെ നിൽക്കട്ടെ. പറഞ്ഞു വരുന്നത് മൊത്തത്തിൽ കടക്കണിയിലായി സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന സംസ്ഥാനത്തിന് കിട്ടേണ്ട ചില കൈത്താങ്ങുകൾ എന്തുകൊണ്ട് കേന്ദ്ര സർക്കാർ നൽകുന്നില്ല എന്ന ചോദ്യമാണ് ഇവിടെ നിന്ന് സംസ്ഥാന സർക്കാർ ഉന്നയിക്കുന്നത്. ചോദ്യത്തിൽ കുറേ കഴമ്പുണ്ട്. വിഴിഞ്ഞം അവിടെ നിൽക്കട്ടെ. വിഴിഞ്ഞം മാത്രമല്ല വിഷയം. വയനാട് ഒരു വലിയ ദുരന്ത നിരന്തരം മാസങ്ങൾ പിന്നിടുന്നു. ഇപ്പോഴും നഷ്ടപരിഹാരത്തിനായി അല്ലെങ്കിൽ സാമ്പത്തിക സഹായത്തിനായി കോടതിയിൽ കയറി ഇറങ്ങേണ്ട ഗതികേടിലാണ് സംസ്ഥാന സർക്കാർ. ഇവിടെ നിന്ന് കണക്ക് കൊടുത്തില്ല എന്നൊക്കെ കേന്ദ്രം പലതവണ പറഞ്ഞു, കോടതിയിൽ പറഞ്ഞു. കോടതി ഇവിടെ കണക്ക് ചോദിച്ചിട്ടുണ്ട്, അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ ഇത്രയും വലിയൊരു ദുരന്തം, സമീപകാലത്ത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ദുരന്തം, ഏതാണ്ട് 1,500 മനുഷ്യരെ നിലനിൽപ്പിൽ കാണാതായാണ്. മനുഷ്യർക്ക് അവർ നിലനിൽപ്പിൽ അവരുടെ വീടും സ്ഥലവും ജീവനോപാധികളും എല്ലാം നഷ്ടപ്പെട്ടതാണ്. അവിടേക്ക് എത്ര രൂപ സഹായം നൽകി എന്ന ചോദ്യത്തിന് ഇപ്പോഴും കൃത്യമായ ഉത്തരമില്ല. എന്ന് നൽകും എന്ന ചോദ്യത്തിന് ഉടനെ തരും എന്നുള്ള ഉത്തരം മാത്രമാണ്. പക്ഷേ വയനാട് ദുരന്തം നടന്നതിന് ശേഷം ഇന്ത്യയിൽ പല ഭാഗത്തായി നടന്ന പല പ്രകൃതി ദുരന്തങ്ങൾക്കും, അതും ഇതിൻ്റെ 4 പോലും ആഘാതമേൽക്കാത്ത പല ദുരന്തങ്ങൾക്കും കേന്ദ്രം വാരിക്കോരി പണം നൽകി എന്ന വിമർശനവും അവിടെ നിലനിൽക്കുക. എന്തുകൊണ്ട് കേരളത്തിനോട് ഈ വിവേചനം എന്ന ചോദ്യം നിരന്തരമായി ഉയർന്നുകൊണ്ടിരിക്കുക? ഉത്തരം ഇനിയും കിട്ടാനുണ്ട്. തീർച്ചയായും ആരൊക്കെയാണ് കേരളത്തെ അവഗണിക്കുന്നത് അവരോട് പറയാൻ ഒന്നേ ഉള്ളൂ എന്നാണ് പറയാനുള്ളത്. കേരളവും ഇന്ത്യയിലാണ് സാർ. മലയാളികളെ, ഞങ്ങളെ അങ്ങനെ വഴിമുട്ടിക്കരുത്, അപേക്ഷയാണ്.